This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 28 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ പാപത്താലുണ്ടായ നിത്യമായിരിക്കുന്ന മരണം, ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥ, ഇത് പരിഹരിക്കുവാനുള്ള മനുഷ്യവർഗത്തിൻ്റെ കഠിനമായ പരിശ്രമങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലൂടെ ദൈവം മാനവജാതിയെ വീണ്ടെടുക്കുന്ന സത്യസുവിശേഷം നാം മനസ്സിലാക്കി. ഈ സത്യസുവിശേഷത്തിൽ, ഈ വീണ്ടെടുപ്പ് യാഗത്തിലുള്ള വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കുന്നു. അത് റോമാലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലൂടെ നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ദൈവം ക്രൂശിൽ വെളിപ്പെടുത്തിയ തൻ്റെ നീതി, യേശുക്രിസ്തുവിൽ തികച്ച തൻ്റെ നീതി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. അങ്ങനെ ദൈവനീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങളാണ് റോമാലേഖനം 5-ാം അധ്യായത്തിലൂടെ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലൂടെ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ കൃപയുടെ സമൃദ്ധിയും ദൈവ നീതി എന്ന ദാനത്തിൻ്റെ സമൃദ്ധിയും ധാരാളമായി പ്രാപിക്കുന്ന ഒരു വ്യക്തി ഈ ജീവനിൽ വാഴുവാൻ തുടങ്ങും. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവ കൃപയുടെ സമൃദ്ധിയെക്കുറിച്ചും ദൈവ നീതി ദാനത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചും നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവ കൃപയും ദൈവനീതിയും നിങ്ങൾ സമർത്ഥമായി പ്രാപിച്ചു തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾ വാഴുവാൻ ആരംഭിക്കും. ഈ വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ അധികാരത്തെ തരും. നിങ്ങൾ ഇനി പാപിയല്ലെന്നും, നിങ്ങളിനി കുറ്റവാളി അല്ലെന്നും, നിങ്ങളിനി കുറ്റബോധത്തിൽ ജീവിക്കേണ്ട വ്യക്തിയല്ലെന്നും, ആ ദൈവിക രക്ഷയുടെയും ദൈവിക നീതിയുടെയും ബോധം പ്രാപിച്ച് നീതിയുടെ കവചം നിങ്ങളുടെ അകത്തുണ്ടായി കഴിയുമ്പോൾ അത് നിങ്ങളുടെ അകത്ത് വലിയ ഒരധികാരത്തെ കൽപ്പിക്കും. പിശാചിൻ്റെ മേലും മരണത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും രോഗങ്ങളുടെ മേലും ദാരിദ്ര്യം, കുടുംബ തകർച്ച എന്നു വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ആത്മീയ ശത്രുക്കളുടെ മീതെ വാഴുവാനുള്ള നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിയും. ഇത് ദൈവത്താൽ നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വിഷയമാണ്. ദൈവികമായ അധികാരം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ അധികാരത്തെ എക്സർസൈസ് ചെയ്യുവാൻ ആരംഭിക്കുന്നത്. നിങ്ങൾ ദൈവനീതി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെ മീതെ, ആത്മീയ ശത്രുക്കളുടെ മീതെ വാഴുവാൻ നിങ്ങൾക്ക് അധികാരം ലഭ്യമാകുകയാണ്. മരണത്തിൻ്റെ മീതെ നിങ്ങൾക്ക് ഒരു വാഴ്ചയുണ്ട്. പാപത്തിൻ്റെ മീതെ നിങ്ങൾക്ക് ഒരു വാഴ്ചയുണ്ട്. പിശാചിൻ്റെയും അവൻ്റെ സകല തന്ത്രങ്ങളുടെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളുടെ മീതെ നിങ്ങൾക്ക് ജയവും അധികാരവുമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ എപ്പിസോഡിൽ ദൈവനീതി പ്രാപിച്ചതിൻ്റെ ഫലമായി ഒരു വ്യക്തിക്ക് മരണത്തിൻ്റെ മീതെയുള്ള ആത്യന്തികമായ ജയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്തതിൻ്റെ
അനന്തര ഫലമാണ് നിത്യമായിരിക്കുന്ന മരണം. നിത്യമായ മരണത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് മരണത്തിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കാതെ, ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം അല്പം പോലുമില്ലാത്ത നരകത്തിൽ നിത്യമായി ജീവിക്കുന്നതാണ് മരണം എന്നതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം. അവന് ദൈവത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല, ദൈവജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ നിത്യനരകത്തിൽ ജീവിക്കുന്നതാണ് മരണം. എന്നാൽ യേശുക്രിസ്തു സകല മാനവജാതിക്കും പകരക്കാരനായി വന്ന് സകലരുടെയും പാപത്തെ വഹിച്ച് എല്ലാവർക്കും വേണ്ടി പാപമാക്കപ്പെട്ട് ക്രൂശിൽ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ തിരസ്കരിക്കപ്പെട്ടവനായി സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ സകല മാനവജാതിക്കും വേണ്ടി ദൈവത്താൽ നമ്മുടെ പകരക്കാരനിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവഹൃദയത്തിൽ നിങ്ങളുടെ പാപങ്ങൾ നീങ്ങിപ്പോയി. ദൈവം ഇനി നിങ്ങളുടെ പാപത്തെ കണക്കിടുന്നില്ല. തന്നിമിത്തം യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നിങ്ങളുടെ മരണം മാറിപ്പോയി. യേശുക്രിസ്തുവിൻ്റെ മരണം നിങ്ങൾക്ക് പകരമുള്ള മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ അടക്കം നിങ്ങൾക്ക് പകരമുള്ള അടക്കമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് പകരമുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നിങ്ങൾക്ക് പകരമുള്ള സ്വർഗാരോഹണമാണ്. യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടത്ത് ദൈവം നിങ്ങളെയും തിരസ്കരിക്കപ്പെട്ടവനായി ഇരുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിനോട് ചെയ്തതും യേശുക്രിസ്തുവിന് സംഭവിച്ചതും അവൻ്റെ ജീവിത മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ സ്വർഗാരോഹണത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതും നിങ്ങളുടെ അക്കൗണ്ടിൽ ദൈവം കണക്കാക്കിയിരിക്കുകയാണ്. ആകയാൽ ദൈവഹൃദയത്തിൽ നിങ്ങളുടെ മരണം കഴിഞ്ഞു. നിങ്ങൾക്ക് മരണത്തിൻ്റെ മേൽ ജയം ലഭ്യമായിരിക്കുകയാണ്. നിങ്ങൾ അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. ദൈവജീവനെ പ്രാപിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കിനി മരണമില്ല. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പാപം നിമിത്തം നമ്മുടെ ശരീരം മരിക്കുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. എന്നാൽ നീതി നിമിത്തം നമ്മുടെ ആത്മാവ് ജീവനാണെന്ന് വചനം പറയുക. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഈ ശരീരം പാപം നിമിത്തം മരിക്കും. കാരണം ദൈവം ഈ ശരീരത്തെ ഈ അളവിൽ വീണ്ടെടുക്കുന്നില്ല. നമുക്ക് അവൻ തരാൻ പോകുന്നത് ഒരു പുതിയ ശരീരമാണ്. ഈ ശരീരത്തെ പൊളിച്ചു കളയും. അത് പാപം നിമിത്തമാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചതുകൊണ്ട് ആ നീതി നിമിത്തം നമ്മുടെ ആത്മാവ് ജീവങ്കലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ മർത്യ ശരീരത്തെ, ഈ മൺമയമായ ശരീരത്തെ പൊളിച്ചു കളഞ്ഞിട്ട് നമുക്കൊരു സ്വർഗീയ ശരീരം തരും. അത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കൃപയാണ്, ഏറ്റവും വലിയ ദൈവിക അത്ഭുതമാണ്. ആ നിത്യമായിരിക്കുന്ന ജീവൻ പ്രാപിച്ച് സ്വർഗീയ ശരീരം പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം നാം പ്രാപിച്ച ദൈവത്തിൻ്റെ നീതിയാണെന്ന് വചനം പറയുകയാണ്. സദൃശവാക്യം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു,
ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഒരുവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നത് നീതിയാണെന്ന് വചനം പറയുകയാണ്. നീതിയുള്ളവൻ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെടും. 11-ാം അധ്യായം 4-ാം വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഒരിക്കൽ ദൈവിക കോടതിയിൽ, ദൈവിക ന്യായാസനത്തിൻ്റെ മുമ്പാകെ വിധിക്കപ്പെടുവാൻ വന്നു ചേരും. അന്ന് അവനെ ദൈവിക ക്രോധത്തിൽ നിന്നും വിടുവിക്കുന്നത് അവൻ ചെയ്ത നീതിപ്രവർത്തികളോ സൽപ്രവർത്തികളോ അവൻ്റെ സമ്പത്തോ ഒന്നുമല്ല. പിന്നെയോ അവന് നീതിയുണ്ടെങ്കിൽ ആ നീതി അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കും. ഒരുവൻ പ്രാപിച്ചിരിക്കുന്ന നീതിയാണ് മരണത്തിൽ നിന്നും അവന് വിടുതൽ കൊടുക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. നോക്കിയേ, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ പ്രാപിച്ചവന് ഇനി മരണമില്ലെന്ന്, അവന് നിത്യമായിരിക്കുന്ന മരണമില്ല. അവൻ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചതുകൊണ്ട് അവന് നിത്യമായിരിക്കുന്ന ജീവനുണ്ടെന്ന് വചനം വളരെ വ്യക്തമായി പറയുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം മരണഭയമാണ്. എല്ലാ മനുഷ്യൻ്റെ അകത്തും മരണഭയമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലും മരണഭയമുണ്ട്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തെ എന്നേക്കുമായി തകർത്തിരിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്ന എല്ലാവരെയും യേശുക്രിസ്തു തൻ്റെ മരണത്താൽ വിടുവിച്ചിരിക്കുകയാണ്. പിശാച് മരണത്തിൻ്റെ അധികാരിയായിരുന്നു. എങ്ങനെയാണ് പിശാച് മരണത്തിൻ്റെ അധികാരിയായത്? ഈ ഭൂമിയിൽ പാപത്തിൻ്റെ ഉപജ്ഞാതാവ് പിശാചാണ്. പിശാച് പാപത്തിൻ്റെ ഉപജ്ഞാതാവായതുകൊണ്ട് ആ പാപത്തിൻ്റെ എല്ലാ അനന്തരഫലങ്ങളുടെയും കർത്തൃത്വം അവനാണ്. അങ്ങനെ അവൻ പാപത്തിൻ്റെ അനന്തരഫലമായ മരണത്തിൻ്റെയും അധികാരിയായി തീർന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തകർത്തുകളഞ്ഞ് അവൻ്റെ അധികാരത്തെ ക്യാൻസൽ ചെയ്ത് മരണത്തിൻ്റെ മേൽ ജയമെടുത്ത് മരണഭീതിക്ക് അടിമകളായിരുന്ന എല്ലാ മനുഷ്യരെയും വിടുവിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവനീതി പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തിൻ്റെ മീതെ നിങ്ങൾക്ക് ജയം ലഭിക്കുകയാണ്. നിങ്ങൾ മരണത്തിൻ്റെ മീതെ വാഴുവാൻ തുടങ്ങിയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം തുടങ്ങി വായിച്ചു കേൾപ്പിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇതാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ മരണത്തെ എന്നേക്കുമായി നീക്കം ചെയ്തു. മാത്രമല്ല ജീവനും
അക്ഷയതയും തന്നിരിക്കുകയാണ്. ഇനി ക്ഷയമില്ലാത്ത, ദ്രവത്വമില്ലാത്ത നിത്യജീവൻ്റെ അനുഭവം നമുക്ക് തരികയാണ്. 11-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് സുവിശേഷം. മരണത്തെ തകർത്ത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കം ചെയ്ത്, മരണഭീതിയിൽ അടിമകളായ മനുഷ്യനെ വിടുവിച്ച് അവർക്ക് നിത്യജീവനും നിത്യമായ തേജസ്സും കൊടുക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം തുടങ്ങി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമേറിയ ദൈവിക മർമ്മം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അർത്ഥം, നാം എല്ലാവരും മരിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതായത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന നാം ഒരു ക്ഷണത്തിൽ രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരം പ്രാപിച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ അവർ അക്ഷയരായി തേജസ്സു പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വചനം പറയുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതായത് ഇന്ന് നമ്മുടെ ശരീരം ദ്രവത്വമുള്ളതാണ്, ഇത് മരിക്കുന്നതാണ്. ഈ ദ്രവത്വമുള്ള, ഈ മരണമുള്ള ശരീരം ഇനി ദ്രവിക്കാത്ത ഒരു സ്വർഗീയ ശരീരത്തെ പ്രാപിക്കണം. 54-ാം വാക്യത്തിൽ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്ത് നമുക്ക് സ്വർഗീയ ശരീരം തന്ന് ദൈവത്തിൻ്റെ തേജസ് തരുമ്പോൾ ഈ വചനം നിവൃത്തിയാകും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. 55-ാം വാക്യത്തിൽ, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ദൈവം നീതി പ്രാപിച്ച ഒരു ഭക്തൻ്റെ മരണത്തിനോടുള്ള ചോദ്യമാണ്, മരണത്തെ വെല്ലുവിളിക്കുകയാണ്. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? 57-ാം വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏതൊരു ദൈവത്തിൻ്റെ പൈതലിനും യേശുക്രിസ്തു മുഖാന്തരം മരണത്തിൻ്റെ മീതെ ആത്യന്തികമായ ജയമുണ്ടെന്ന് വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് പാപങ്ങൾ മോചിച്ച് പാപത്തിൻ്റെ അനന്തരഫലമായിരിക്കുന്ന നിത്യമായ മരണത്തിൻ്റെ മീതെ ജയമെടുക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം തൻ്റെ നീതി സൗജന്യമായി തന്ന് മരണത്തിൻ്റെ മീതെ വാഴുവാനുള്ള അധികാരം ദൈവം നിങ്ങളുടെ മേൽ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. ഇനി യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും, ദൈവനീതിയുടെ ബോധം ലഭിക്കുന്ന ഒരു വ്യക്തിയും മരണത്തിൻ്റെ മീതെ ഭയപ്പെടത്തില്ല. അവൻ ഒരിക്കലും മരണത്തെക്കുറിച്ച് ഭയപ്പെടുത്തില്ല. കാരണം അവന് നിത്യമായ ജീവൻ്റെ പ്രത്യാശ ദൈവനീതിയുടെ ബോധത്താൽ ദൈവം അവൻ്റെ അകത്ത് നൽകിയിരിക്കുകയാണ്. ഈ നിത്യമായ സുവിശേഷം പ്രാപിക്കുവാൻ, ഈ ദൈവനീതി പ്രാപിച്ച് നിത്യ ജീവനെ പ്രാപിച്ച് മരണത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം
ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം.